guys and welcome back to my YouTube channel. കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു 2 ഗസ്റ്റ് വരുന്നുണ്ട് വീട്ടിലേക്ക്. നമുക്ക് ആരാന്ന് കാണാം. സ്പെഷ്യൽ ഗസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളെ ഗസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പം ആ വീഡിയോസൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാം. ഓക്കെ, അങ്ങനെ നമ്മളെ ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ള സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് മിനിസോയിലേക്കാണ്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എത്രത്തോളം വലിപ്പമുണ്ട് നമ്മുടെ ഗസ്റ്റ് എന്ന്. പെട്ടെന്ന് ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് പെട്ടെന്ന് ദിബിൻ വിളിച്ചിട്ട് പറയുന്നത് കുട്ടികൾ വരുമെന്ന്. പിന്നെ അപ്പം നമ്മളും പറഞ്ഞു കാരണം നമ്മളെ ലീവാണ്. അപ്പം നമ്മൾ വിചാരിച്ചുകൊണ്ടായാലും കുറേ ആയി അവരെ കണ്ടിട്ട്. അപ്പം അവർ പിന്നെ മേക്കപ്പൊക്കെ ചെയ്യാം പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരാമെന്ന് വിചാരിച്ചത്. പിന്നെ അവർക്കിപ്പോൾ സ്കൂൾ വെക്കേഷനാണ്. അപ്പം പിന്നെ കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല എന്നുള്ള ആ ഒരു ഇതിലാണ് ഇപ്പം നമ്മൾ അവരുടെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുള്ളത്. അവർ ഇതിന് മുന്നേയും വന്നിട്ടുണ്ട്. നമ്മൾ വേറെ ഗാദറിങ്സിലൊക്കെ കണ്ടിട്ടുമുണ്ട്. അപ്പം നമ്മളെ ഗസ്റ്റ് ആരാണ് ഈ 2 കുട്ടീസാണ് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ്. കിത്തു അതുപോലെ ഐഷയാണ്. പിന്നെ അപ്പം നമ്മളെല്ലാവരും അവരെ ഒന്ന് എൻ്റർടൈൻ ആക്കാൻ വേണ്ടി നമ്മൾ പാർക്കിലൊക്കെ പോകാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. കിത്തു ഒന്ന് നടന്നേ ചിരിച്ചേ ചിരിക്ക. എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? കിത്തു ഐഷ ചിരിച്ചേ. പല്ലില്ല, ഐഷക്ക് പല്ലില്ല. ശരിക്ക് നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വന്നേ? ഹായ് പറ ഹായ്. ഇങ്ങനെ ഹായ് പറ. ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഇങ്ങനെ പറഞ്ഞൊരു ഗിഫ്റ്റ് ഉണ്ട്. ഹായ് പറ ഐഷി പറ. ഹായ് പറ. ഹായ് എന്തും പറഞ്ഞിട്ടാ പിന്നെ കിത്തൂടെ വന്നേ പറ. എന്ത് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നേ? എന്ത് തരാന്ന് പറഞ്ഞത് മോൺസ്റ്റർ മാമൻ? മേക്കപ്പ് ബോക്സ് തരാന്നല്ലേ പറഞ്ഞത്? മേക്കപ്പ് ബോക്സ് തരാന്ന് പറഞ്ഞിട്ടാ വന്നിനത്. നമുക്ക് മേക്കപ്പ് ബോക്സ് കിട്ടുമോ നോക്കാം അല്ലേ? മോൺസ്റ്റർ മാമന്റെ അടുത്ത് പോയി ചോദിച്ചേ. ഓടിപ്പോയി ചോദിക്ക്. നിന്നോടെന്താ ചോദിക്കുന്നേ? ചോദിക്കുന്നേ ആക്ച്വലി നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത് 20th എങ്ങാമറ്റാണ്. നെക്സ്റ്റ് ഡേ ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കുട്ടുവിൻ്റെയൊക്കെ. അപ്പം നമ്മൾ ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ദിപിൻ്റെ ചേച്ചീൻ്റെ കുട്ടികളാണ് കേട്ടോ ഇതൊക്കെ, ആയിഷയും കിത്തുവും. അപ്പം അവരിപ്പം ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളതാണ്. കുറേ ആയി അവർ വന്നിട്ട്. അപ്പം എൻ്റെയും റിലേറ്റീവാണ്. അപ്പം നമുക്ക് ഇപ്പം പാർക്കിലേക്ക് പോകും. പാർക്കിലാണുള്ളത്. നീതും എല്ലാം അവർക്കൊരു ക്രിസ്മസ് പാർട്ടി ഉള്ളതുകൊണ്ട് അവർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുട്ടികളെയും കൊണ്ട് നേരെ പാർക്കിലേക്ക് വന്നു. അവരാണെങ്കിൽ ഭയങ്കര കളി. പിന്നെ അവർ 2 പേരും തമ്മിൽ ഇവർ 3 അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയും ചാടിയൊക്കെ കളിച്ച് അവർക്ക് മതിവരോളം ആടെ ഇരുന്ന് കളിച്ചു. പിന്നെ നമുക്ക് പാർക്കിൽ 2 വേറെ കൂടി കുട്ടികളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാർക്കിൽ നമ്മളതൊക്കെ കളിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് റൂമിലേക്ക് വരുന്നിട്ട് ബാക്കി എന്താ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അവരൊക്കെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബാക്കി മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇത് നോക്കി ഡ്രൈവ് ചെയ്. Hey, what's your name? Jonjay. Oh, you want to join here? You want to play with us? Gitu. What ice cream you have? I want ice cream. Which flavor? Chocolate. Ice cream. Okay, the flavor and take. Which flavor you want? Banana. You give banana. It's the banana. Enikella. Give him the banana. How is the taste? Cream. We need vanilla. Vanilla flavor. No, it's closed. It's closed. Then why are you sitting there if it's closed?
നമ്മൾ പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ 2 പിക്രീസ് കൂടി അങ്ങോട്ട് വന്നു കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു. അവരെന്തൊക്കെയോ ഇവരെ കൂടെ കളിക്കുകയും എല്ലാം ചെയ്തു. എന്നിട്ട് നമ്മൾ തിരിച്ച് പാർക്കിൽ നിന്ന് വരുന്ന സമയത്ത് അവർ നമ്മളെ അടുത്ത് പറയുകയും ചെയ്തു നെക്സ്റ്റ് ടൈം വരണേന്ന്. ഇവിടെ ഇരിക്ക്, ഞാനൊരു സർപ്രൈസ് കൊണ്ടുവരാം. ടൻ ടൻ ടൻ. നോക്കുന്നത് 193 നൽകുന്ന ഒരു സമ്മാനം. അടുത്ത പ്രൈസ് അല്ല ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ്. ഹെയർ ബാൻഡ് വേണ്ട സാധനം കിട്ടി. ഇതെന്താ സ്മോൾ ഗ്രേപ്സ് അറിയോ? ഇതാരി അറിയോ? ഓന്റെ സിനിമ കണ്ടിനാ നീ? എനിക്കറിയില്ല. ഇതാരി അറിയില്ലേ? നെസ്ലനല്ലേ ഇത്? നെസ്ലനല്ലേ ഇത്? പ്രേമലൂലിലെ നെസ്ലനല്ലേ? അത് ഞാനല്ല. പോലെയുണ്ടോ? ആക്ച്വലി ഇവരൊന്ന് വരുമ്പോഴേ പറഞ്ഞത് മേക്കപ്പ് ചെയ്യണം, മേക്കപ്പ് ബോക്സ് വേണം, മേക്കപ്പ് ബ്രഷ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ വന്നപ്പോഴേ മേക്കപ്പ് ചെയ്യണം. അങ്ങനെ എൻ്റെ എല്ലാ സാമാനങ്ങളും എടുത്തിട്ട് ഞാൻ പിന്നെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയാണ് കേട്ടോ കുട്ടികളെ. കിത്തു ഞാനിട്ടെന്നാ മതിയായിരുന്നു ബ്ലഷ്. എടാ 590 ഇടാൻ അറിയുന്നില്ല. നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കി. കിത്തു നോക്കി കണ്ണടച്ച. കിത്തു അല്ല ആയിഷി കണ്ണടച്ച്. കിത്തു കിത്തു നോക്ക്. അങ്ങനെ ഇവരുടെ മേക്കപ്പ് ഒക്കെ ഏകദേശം സെറ്റായിട്ട് വന്നപ്പോൾ ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇനി എൻ്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞ് അവരെനിക്ക് മേക്കപ്പ് ചെയ്ത് തരാമെന്ന്. അവരൊന്നും ഇങ്ങനെ വെറുതെ ഇങ്ങനെ ബ്രഷ് കൊണ്ടും അതിനോണ്ടെല്ലാം വെറുതെ എടുത്തിട്ട് എന്നെ എന്തൊക്കെയോ ചെയ്തു. അങ്ങനെ എന്നെ മിനുക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. ആയിഷയാണെങ്കിൽ മേക്കപ്പ് ഒക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഇങ്ങനെ തന്നെയായിരുന്നു സ്ഥായി ഭാവം. ഇവർ പാർക്കിൽ കുറേ നേരം കളിച്ചുകൊണ്ടുണ്ടായി. ആ ടൈമെല്ലാം ആകുമ്പോഴത്തേക്ക് ഇവർക്ക് ഭയങ്കര ക്ഷീണമായിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടയേർഡായി പോയി കുട്ടികൾ. ഇപ്പൊ ക്രിസ്മസ് അല്ലേ?
അങ്ങനെ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഫുഡ് കഴിക്കാനും പിന്നെ അതുകൂടാതെ പിന്നെ ഇന്ന് രാത്രിയാണ് പിന്നെ കുട്ടൂൻ്റെയും നീതുവിൻ്റെയും വെഡിങ് ആനിവേഴ്സറി വരുന്നത്. അപ്പോൾ നമ്മളൊരു കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. കുറേ തപ്പി നോക്കി. ഇവിടെ എന്താണെന്ന് വെച്ചാൽ റൈറ്റിങ്സ് ഒന്നും പാടില്ല. ഇവിടെ ഞാൻ ഏടിയും കണ്ടിട്ടില്ല ഇങ്ങനെ റൈറ്റിങ്സ് ഒക്കെ എടുക്കുന്നത്. സോ നമ്മൾ റൈറ്റിങ്സ് ഒന്നും എഴുതിയിട്ടില്ല. ബട്ട് ആനിവേഴ്സറി ആണ് അവരുടെ. അങ്ങനെ നമ്മൾ കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ കുട്ടികൾക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നു. ബൈ 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 ബൈ. എന്നെ എപ്പോൾ കാണുന്നേ? എന്നെ എപ്പോൾ കാണും? നെക്സ്റ്റ് വീക്ക്. ഓക്കെ, നെക്സ്റ്റ് വീക്ക് വാ. കിത്തപ്പോൾ വരും? ഓക്കെ. അങ്ങനെ അവർക്ക് ഒരു പിസയൊക്കെ കഴിച്ചിട്ട് പിന്നെ അവർക്ക് ഇനിയും ലേറ്റാവും ഇവിടെ നിന്നാൽ. ഏകദേശം നല്ല ടൈമായിട്ടുണ്ടായിരുന്നു തിരിച്ചു പോകുന്ന ടൈം. അവർക്ക് കുറച്ച് അങ്ങോട്ടേക്ക് എത്താനുള്ളതാണ്, വുഡ്ലാൻഡ്സ് അങ്ങോട്ടേക്ക് എത്താനുള്ളതാണ്. മലേഷ്യ പോകുന്ന സമയത്ത് നമ്മൾ ചെക്ക് പോയിന്റിലെ ആ ഒരു സ്ഥലം വരെയാണ് ഇവരുടെ വീട് വന്നിട്ട്. ഇതാണ് കേക്ക്. അങ്ങോട്ടേക്ക് പോകാനുള്ളതുകൊണ്ട് ഇവർ നേരത്തെ കുറച്ച് നേരത്തെ പോയി. ദിബിൻ അവരെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 12 o'clock ആവേണ്ട ടൈമായി. അങ്ങനെ കേക്കൊക്കെ സെറ്റാക്കിയിട്ട് നമ്മളിപ്പോൾ കേക്ക് മുറിക്കാൻ വേണ്ടി പോവാന്ന്. ഹാപ്പി ആനിവേഴ്സറി ടു യു. അപ്പോൾ ഇതാണ് കുട്ടു ഗിഫ്റ്റ് കൊടുത്തത്. അപ്പോൾ നമ്മളിതിൽ പിന്നെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പ്രിൻ്റ് ഔട്ട് ചെയ്തു. നല്ല ഭംഗിയിൽ ഭയങ്കര ക്ലാരിറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ ചെറിയ ഒരു വ്ലോഗാണ്. ഇപ്പോൾ ഏകദേശം സമയം 12:45 കിടന്നുറങ്ങാൻ ടൈമായി. എല്ലാവരും പോയി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, ബൈ, സീ യു.